മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിലയിൽ ആരോ സാന്ത്വനമായി കൺസോൾ ചോദിക്കുന്നത് ഇത് പയ്യന്മാരാരുണ്ട് പാടാൻ. ഗോവഞ്ചേട്ടൻ ഒരു സംശയമില്ല ഉടനെ അത് നമ്മുടെ രാജേഷ് ഉണ്ടല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ അതാണ് ഈ ഫീൽഡിലേക്ക് ഞാൻ ഇവിടെ ഇരിക്കാനുള്ള കാരണവും ഗോവഞ്ചേട്ടനാണെന്നും ഗോവഞ്ചേട്ടനാണ്. പാപ്പ മമ പാ മഗരി സരി മഗരി രി സ ദരി സരി. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഇൻസിഡന്റ് വേണമെങ്കിൽ പറയാം, ഭയങ്കര രസമാണ്. എന്നവളെ അടി എന്നവളെ എന്ന ഇതയത്തെ തൊലൈത്ത് വിട്ടേൻ. ഭയങ്കര പരിഭവമൊക്കെ ഉണ്ട് സിനിമയിൽ പാടിപ്പിക്കാത്തതിന്, സിനിമയിൽ പാടാൻ വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും വീട്ടമ്മയായിട്ട് എൻ്റെ ഭാര്യയായിട്ട് മാത്രം അങ്ങനെ നിൽക്കുന്നു. പക്ഷെ അപ്പം ഭയങ്കര ചിലവേണേ. കാരണം നമ്മുടെ പ്രേക്ഷകർ കൂടുതൽ ആഗ്രഹിക്കുന്നതും രാജേഷിൽ നിന്നും നല്ല നല്ല പാട്ടുകളാണ്. അപ്പം നമ്മൾ കൂടുതലും ഇതുവരെ കേട്ടത് മലയാളം സോങ്സ് ആണ്. നമുക്കൊന്ന് മാറ്റിപ്പിടിച്ചാലോ, തമിഴ് ഒരു പാട്ട് രാജേഷിൽ നിന്നും കേട്ടാലോ? കണ്ണേ കാതൽ சொல்வாயோ പൊന്നേ കനവിൽ വരുവായോ നീതാനേ എൻ കാതലി എന്നാലും എൻ പൂങ്കിളി காதல் பல நினைவலைகள் தூவும் கூடல் தரும் வரும் ஆ ஆ ஆ ஆ பெண்மை தினம் மலராதோ பெண்மை தினம் കരയാതോ. സൂപ്പർ. ഈ പാട്ടാണ് എൻ്റെ ഫ്യൂച്ചർ, പാട്ടാണ് എൻ്റെ ഉപജീവന മാർഗം എന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് വരാനും അതുമായി മുന്നോട്ട് പോകാനും എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും. അതായത് ഈ ഉപജീവന മാർഗം എന്നൊന്നും ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അത് അതിന് സീരിയസ് ആയിട്ട് എടുത്തപ്പോഴും ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല 6th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ആണ് ഞാൻ തീരുമാനിച്ചത്. ഞാനിങ്ങനെ വീട്ടിൽ പാടും. വീട്ടിൽ പാടുമ്പോൾ എൻ്റെ പപ്പായും മമ്മിയും ഇങ്ങനെ ഇവൻ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, ഇവന് അന്ന് കോമ്പറ്റീഷനൊക്കെയാണ് സ്കൂളിൽ പാടിക്കൂടെ എന്നൊക്കെ. അവരിലാരെങ്കിലും പാടുമോ? ആ, മമ്മി നന്നായിട്ട് പാടും. ഒരു മ്യൂസിക് ഫേമസ് ആയിട്ടുള്ള ആരുമില്ല, പക്ഷെ ഒരു മ്യൂസിക് ഫാമിലിയിലുള്ളതാണ്. ഓക്കെ. അമ്മയുടെ പേര് രത്നാബായി. മമ്മിയുടെ പേര് രത്നാബായി. ഫാദർ വിജയകുമാർ. മമ്മി ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു, ഫാദർ RTO ആയിരുന്നു. ഓക്കെ. പിന്നെ എനിക്ക് എൻ്റെ അടുത്ത് എൻ്റെ ഫാമിലി പറഞ്ഞു പോവല്ലേ? ഓക്കെ. എൻ്റെ വൈഫ് പ്രിയ രാജേഷ്, മോള് ചന്ദന രാജേഷ്. 2 ബ്രദേഴ്സാണുള്ളത്, രാകേഷും രമേഷും. രാകേഷ് ഓസ്ട്രേലിയയിലും രമേഷ് UK-യിലുമാണ്. അതിൽ മകള് ചന്ദന പാടുന്നതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. പ്രിയ നല്ലൊരു പാട്ടുകാരിയാണ്. ഈ മായമ്മ എന്ന് പറഞ്ഞ സിനിമയിലും പാടിയിട്ടുണ്ട്. അത് ബ്രദർ എന്ന് പറയുന്നത് രാകേഷ്. പുള്ളി അവിടെ ഒരു കമ്പനിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിലും പുള്ളി ഒരു ഫിലിം മേക്കറാണ്. അതിൻ്റെ വിശേഷം എന്നാണ് നെക്സ്റ്റ് പറയാനിരുന്നതാണ്. നെക്സ്റ്റ് ഞങ്ങളുടെ മൂവി എന്ന് പറയുന്നത് അതാണ് നെക്സ്റ്റ് പ്രോജക്റ്റ്. അത് ആക്ച്വലി പേര് ഇതുവരെ ആയിട്ടില്ല. അതായത് ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ ഒരു ആൽബം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തൊരു പാട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ മാരിവിൽ ചാരുത പോലെ നിറം ചാർത്തിയതാരാണി ഭൂവിൽ ആണ് എൻ്റെ സ്റ്റാർട്ടിങ്. അത് എഴുതിയിരിക്കുന്നത് സജി ശ്രീവത്സം. സജി എൻ്റെ ഒരു സന്തത സഹചാരി എന്ന് പറയുമ്പോൾ എപ്പോഴും കൂടെയുണ്ട്. എല്ലാ സോങ്സും സജിയാണ് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് പ്രോജക്ട്സ് ട്യൂൺ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം വരും. ജേർണലിസ്റ്റും കൂടിയാണ്. അതെ, ജേർണലിസ്റ്റ് സാറിൻ്റെ അതാണ് കൊളിക്കാണ്. അതായത്
മോഡൽ സ്കൂളിൽ ഞാൻ ആദ്യമായിട്ട് 9th സ്റ്റാൻഡേർഡിലാണ് ആദ്യമായിട്ട് പാടുന്നത് മേരെ സപ്നോ കി റാനി കബ് ആയേഗി തു ആയ റുക് മസ്താനി കബ് ആയേഗി തു ബീതി ജായേ ജിന്ദഗാനി കബ് ആയേഗി തു ചലിയാ തു ചലിയാ. ഭയങ്കര രസമായിരുന്നു അന്ന്. അത് സന്തോഷമായിരുന്നു. കാരണം ഈ പിള്ളേരെല്ലാം ഭയങ്കര ഡാൻസും. അത് എനിക്കിപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നതുകൊണ്ട് ഇപ്പോഴാണ് ഓർമ്മ വരുന്നത് അതൊക്കെ. അയ്യോ ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഉണ്ണികളെ ഒരു കഥ പറയാൻ. ഇനി ഉണ്ണികളെ ഒരു കഥ പറയാൻ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ പാടുന്നത് വിത്ത് ഓർക്കസ്ട്ര. അത് അന്ന് യദുകൃഷ്ണൻ നമ്മുടെ എൻ്റെ കൂടെയും യദു സീനിയറായിട്ടുണ്ട് മോഡൽ സ്കൂളിൽ. അപ്പോൾ അവർ ഷൂട്ടിങ്ങിനെല്ലാം ഈ സിനിമ ഇറങ്ങി അവർ സൈഡിൽ നിൽപ്പുണ്ട് ഈ പാട്ട് പാടുമ്പോൾ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാം കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ എങ്ങു പിറന്നു പണ്ടിളം മൂളം കൂട്ടിൽ. ഔസേപ്പച്ചൻ സാർ, ഹായ് സാർ. ഓക്കെ, അങ്ങനെ അതായിരുന്നു ഫസ്റ്റ് സോങ്. ഭയങ്കര അത് ഇങ്ങനെ എങ്ങനെയെങ്കിലും സ്റ്റേജ് കിട്ടിയാൽ മതി എന്നുള്ളതിൽ അടുത്തതിൽ നമുക്ക് പിന്നെ സ്കൂളിൽ ആ ഒരു സ്കൂൾ ഡേ ഉള്ളൂ അവസരം. അങ്ങനെ പക്ഷെ കോമ്പറ്റീഷനൊന്നും എനിക്ക് അങ്ങനെ പോകാനും അങ്ങനെയൊന്നും വലിയ താല്പര്യമില്ല. ഇങ്ങനെ സ്റ്റേജിൽ പാടുക എന്നുള്ളതുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് മേരെ സപ്നോ കി റാണി പാടി. അത് കഴിഞ്ഞിട്ട് കോളേജിലേക്ക് വരുന്നു. കോളേജിലേക്കാണ് ഈ ഒരു എൻട്രി. കോളേജിൽ വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് മോഡൽ സ്കൂളിൽ നിന്ന് കുറച്ച് പേരെ വെനീസിൽ വന്നുള്ളൂ. വെനീസിൽ എൻ്റെ ലൂർദുമോളിൽ പഠിച്ച ഫ്രണ്ട്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ വന്ന് ഞാനിങ്ങനെ പാടുമ്പോൾ എൻ്റെ കൃഷ്ണകുമാർക്ക് എൻ്റെ ബാച്ച്മേറ്റാണ്. കൃഷ്ണകുമാർക്ക് അടുത്ത് വന്നിരിക്കുമ്പോൾ എന്നെ ഇരുത്തിയിട്ട് ഇവരെല്ലാവരും ചുറ്റും കൂടി നിന്ന് എനിക്ക് തോന്നുന്നു എല്ലാ ക്ലാസ് റൂംസിലും നമ്മൾ ഇരുന്ന് പാടിയിട്ടുണ്ട്. ഇങ്ങനെ പാടിപ്പിക്കും. ഓക്കെ. അപ്പോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ സ്റ്റേജിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ആഡ്ലിബ് ഉണ്ട്. बेपर्दा नजर आई जो कल चंद बीवियां. ഇപ്പൊ ഗസൽ ആയതുകൊണ്ട് ഒരു ലിറിക്സ് ഒന്നും വലിയ പിടിയില്ല എങ്കിലും ഒരു ഭയങ്കര സപ്പോർട്ട്. അക്ബർ ജമീൻ ഗൈറത്തെ कौनी से गड़ गया पूछा जो मैंने आपका पर्दा क्या हुआ कहने लगी कि अक्ल पे मर्दों की पड़ गया. अब निकलो ना बेनकाब जमाना खराब है. അങ്ങനെ ഈ പാട്ട് കഴിഞ്ഞു. ഭയങ്കര അപ്ലോസ്. അത് കഴിഞ്ഞ് വേണമെങ്കിൽ നമ്മളൊരു സ്റ്റാറായെന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര എല്ലാവർക്കും തിരിച്ചറിയാൻ തുടങ്ങി. ഇത് പിന്നെ വലിയ സംഭവമാണെന്ന് മട്ടിലായി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മാരി വെനീസ് കോളേജ് ലാസ്റ്റ് ഡേ ആ പ്ലാറ്റ്ഫോം ആണ് ഒരു ബ്രേക്ക് ത്രൂ ലൈവിന് പറയാം. ആ വർഷം തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ഈ മനോജ് ടി എൻ, ദിലീപ്, രാജശേഖരൻ, പിന്നെ ശ്രീകാന്ത് ഗിറ്റാറ്, രാജശ്രീ വാര്യർ. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ എൻ്റെ കൂടെ പാടിയ ഫീമെയിൽ എന്ന് പറയുന്നത് രാജശ്രീ വാര്യർ. രാജശ്രീ വാര്യർ ഇന്ന് വലിയ ഡാൻസറാണ്. ഡോക്ടർ രാജശ്രീ വാര്യറാണ് ഇപ്പോൾ. ഓക്കെ, അന്ന് ഞങ്ങൾ പാടിയത് ഗുരുവായൂരപ്പ. അതും പിന്നെ ഇത് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോ, ഏതൊരു പാട്ടുകൂടെ ഉണ്ട്. ഓക്കെ, അന്ന് ഞങ്ങൾ ഈ രാജശ്രീ വാര്യർ നമുക്ക് ക്ലോസ് ആയിട്ടുള്ളൂ ഫീമെയിൽസ് പാടുന്നതിൽ. ബാക്കി അനിത ചേച്ചി, പ്രീതി ചേച്ചിയൊക്കെ ഉണ്ട്. പക്ഷെ അവരെല്ലാം സീനിയറായിട്ട് നമുക്ക് പേടിയാണ് അവരുടെ അടുത്ത് പോകാനൊക്കെ. ഏ ശാം മസ്താനി മദ്ഹോഷ് കിയെ ജായ് മുझे डोर कोई खींचे तेरी ओर लिए जा. അങ്ങനെ ആ പ്രോഗ്രാം മനോജ് ടീൻ ഡ്രംസും ഒക്കെ. എൻ്റെ ബ്രദർ ഡ്രം വായിച്ചിട്ടുണ്ട്, രമേശ്. നല്ലൊരു മ്യൂസീഷ്യനാണ്, അസാധ്യ കീബോർഡിസ്റ്റാണ് എൻ്റെ ബ്രദർ. അതിനുശേഷം പിന്നെ ഞങ്ങൾ പ്രൊഫഷണലായിട്ട് തുടങ്ങിയപ്പോഴവൻ കീബോർഡ് എൻ്റെ കൂടെ വായിക്കുമായിരുന്നു. ഇപ്പോൾ തിരിച്ചു പോയി. വേറൊരു ഇതെന്ന് പറയുന്നത്, അന്ന് എന്നോട് അക്കമ്പനി ചെയ്ത ആരും ഇന്ന്
അവർ ഈ ഫീൽഡിലേ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. മനോജ് ടീൻ ഇപ്പോൾ ഒന്ന് ഓർഗനൈസിങ് തുടങ്ങിയിട്ടുണ്ട്, അവൻ ഡ്രം ഇപ്പോൾ വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഗസലൊക്കെ പാടിയതിന് ശേഷം നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ തന്നെ ഈ ഗോൾഡൻ വ്യൂസിൽ വരാനിടയായി. അങ്ങനെ ഈ പാട്ട് കേട്ടിട്ട് അവരുമായിട്ട് പോയി. പിന്നെ ആ ഗോൾഡൻ വ്യൂസിലേക്ക് ഞാൻ പാടാൻ തുടങ്ങി, അവരുടെ ട്രൂപ്പിൽ പാടാൻ തുടങ്ങി. അപ്പോൾ അവിടെ പാടിക്കൊണ്ടിരുന്ന കല്ലറ ഗോവൻ ചേട്ടൻ. അപ്പോൾ അവരെന്ന് ഇവിടുത്തെ ഒരു റെപ്യൂട്ടഡ് ഓർക്കസ്ട്രയാണ് ഈ ട്രിവാൻഡ്രം സിറ്റിയിലെ. പറഞ്ഞത് ഗോവൻ ചേട്ടൻ എൻ്റെ എപ്പോഴും ഒരു നിമിത്തമായിട്ടുണ്ട്. കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഗോവൻ ചേട്ടനും മോഹൻ സിത്താര സാറും ഭയങ്കര ഒരു ഇവരുമായിട്ടെന്തോ എനിക്ക് എങ്ങനെയെന്ന് അറിഞ്ഞൂടാ, ദൈവമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പാട്ടാണ് ഫസ്റ്റ് ഞാൻ യൂത്ത് ഫെസ്റ്റിവലിൽ പാടുന്നത്. കേരവൃക്ഷങ്ങൾ ചാമരം വീശും കേരളമേ എൻ്റെ കേരളമേ, ശ്യാമഭംഗിയിൽ നിറമാല ചാർത്തും ഗ്രാമീണ സൗന്ദര്യമേ. ഗോവൻ ചേട്ടൻ പാടി, മോഹൻ സിത്താര സാറിൻ്റെ മ്യൂസിക്. ഇത് എനിക്ക് ലൈറ്റ് മ്യൂസിക്കോ ഡ്രാമ സോങ് എന്തോ ആണ്. അതാണ് ഞങ്ങൾ ആദ്യമായിട്ട് യൂത്ത് ഫെസ്റ്റിവലിൽ പാടുന്നത്. അത് കഴിഞ്ഞ് ഗോവൻ ചേട്ടൻ ഇവിടെ ഞാൻ പാടാൻ വന്നതിന് ശേഷം മോഹൻ ചേട്ടൻ അന്ന് എൻ്റെ കണ്ണിൽ വീഴുന്നു അതൊക്കെ കഴിഞ്ഞ് ഹിറ്റായി. വീണ്ടും വലിയ മ്യൂസിക് ഒരുപാട് ചാൻസ് ഉള്ള മ്യൂസിക് ഡയറക്ടറായി മാറി പുള്ളി ഷോസ് തുടങ്ങി. ആ ഷോസിൽ ഞാൻ പാടാൻ പോയി. ഞങ്ങൾ കുറേ ഷോസ് പാടി. തൃശ്ശൂരൊക്കെ ചേട്ടൻ മോഹൻ ചേട്ടൻ കൊണ്ടുപോയി പാടിപ്പിച്ചിട്ടുണ്ട്, മോഹൻ ചേട്ടൻ ഉണ്ട്. അങ്ങനെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് പുള്ളി നമ്മൾ സിനിമ വരുന്നു. അപ്പം നമ്മൾ സിനിമയിൽ എന്താ അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ യങ്സ്റ്റേഴ്സിനെ ഇതിനകത്ത്, കാരണം യങ്സ്റ്റേഴ്സിൻ്റെ മൂവിയാണ് അന്ന് ജിഷ്ണുവും സിദ്ധാർത്ഥും ഒക്കെ വന്നത്, ഭാവനയുടെ ഫസ്റ്റ് മൂവി. അങ്ങനെ അപ്പോൾ യങ്സ്റ്റേഴ്സിനെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ ഗോവൻ ചേട്ടൻ അതിനകത്ത് പാടുന്നുണ്ട്. ഒരു ഒരു എല്ലാവരും ചേർന്നൊരു പാട്ടിൽ ഗോവൻ ചേട്ടൻ പാടിയിട്ടുണ്ട്. അപ്പോൾ ഈ സൂര്യൻ എന്നുണ്ട് പാട്ട് റെക്കോർഡ് ചെയ്യുന്നപ്പോൾ പുള്ളി അവിടെ നിന്ന് കൺസോളിൽ നിന്ന് ചോദിക്കുന്നത്, ഇത് പയ്യന്മാരാരുണ്ട് പാടാൻ? ഗോവൻ ചേട്ടൻ ഒരു സംശയമില്ല ഉടനെ അത് നമ്മുടെ രാജേഷ് ഉണ്ടല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ അതാണ് ഈ ഫീൽഡിലേക്ക് ഞാൻ ഇവിടെ ഇരിക്കാനുള്ള കാരണവും ഗോവൻ ചേട്ടനാണെന്നും ഗോവൻ ചേട്ടനാണ്. താങ്ക്സ് ടു ഗോവൻ ചേട്ടാ, എപ്പോഴും ഓർക്കുന്നതാണ്. ഓക്കെ, ഗോവൻ ചേട്ടൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. അവനുണ്ടല്ലോ, അവൻ വിളിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഗോവൻ ചേട്ടൻ ഫോൺ ചെയ്ത് വിളിക്കുന്നത്, ഞാൻ പിന്നെ എന്തെന്ന് ആലോചിക്കുന്നില്ല, ഓടിപ്പോയി ചേട്ടൻ്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നു. പാട്ട് പറഞ്ഞു തരുന്നു, പാടിക്കഴിഞ്ഞ് പിന്നെ അത് റിലീസാവുന്നു. റിലീസായി ആ സമയത്ത് ഞാൻ എറണാകുളത്തൊരു ഷോയ്ക്ക് പോവാണ്. ഇപ്പം ഇവിടുന്ന് ബസ്സിൽ പോവാണ്. ബസ്സിൽ ചെന്ന് നമ്മുടെ അരൂരല്ല എവിടെയോ അരൂർ കഴിഞ്ഞ് വയറ്റില കഴിഞ്ഞ് ഇങ്ങോട്ട് സിറ്റിക്കകത്തോട്ട് കയറിയപ്പോൾ നമ്മളുടെ പോസ്റ്റർ. അപ്പം അതിനകത്ത് താഴെ യേശുദാസ് എന്ന് കണ്ടു. അത് എൻ്റെ കൂടെ കുറേ പേരുണ്ട്. അപ്പം ഞാൻ പാട്ടുകാരുടെ പേരോട് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ബസ് ഇവിടെയെങ്കിലും നിർത്തുന്നില്ല, കുറേ 2-3 കിലോമീറ്റർ പോയി. അപ്പോൾ സ്റ്റോപ്പിൽ നിർത്തി. ഞാൻ അവിടെ ചാടി ഇറങ്ങി നടന്നു. അന്ന് മൊബൈലൊന്നും ഇല്ല, എടുത്തു വെക്കുന്നു. അന്ന് നോക്കിയപ്പോൾ എൻ്റെ പേര് പോസ്റ്ററിൽ ദാസാറിൻ്റെ കൂടെ. അയ്യോ, ഇന്ന് വരെ എനിക്ക് സന്തോഷമില്ല. അത് ഫോട്ടോ എടുത്ത് വെക്കാനില്ല, ഇപ്പോഴും ഫോട്ടോ എടുക്കാൻ മടിയാണ്, മറന്നുപോകും, അങ്ങനെ നോക്കാറില്ല. ഓക്കെ, അങ്ങനെ പടം റിലീസായ സമയത്ത് ഞങ്ങൾ ഫാമിലിയായിട്ട്, എൻ്റെ വേറെ ബോബി എന്ന് പറഞ്ഞ അവൻ്റെ ഫാമിലിയായിട്ട് ഞങ്ങൾ കൊടൈക്കനാലായിരുന്നു. ഇന്ന സമയത്ത് പടം ഇറങ്ങി. പിന്നെ നേരെ പത്മനാഭയിൽ ഓടെയാണ് ബുക്ക് ചെയ്ത് കാണുന്നു. ദാസാറിൻ്റെ കൂടെ വിധു പ്രതാപ്, അപ്സര, ജോത്സ്ന, കുറേ സിംഗേഴ്സ് ഉണ്ട്. എൻ്റെ നടുക്കായിട്ട് എൻ്റെ പേരുണ്ട് രാജേഷ്. അത് ചരിത്രമായി അങ്ങനെ വലിയ ആ ഒരു ഇതിൽ ദാസാറിൻ്റെ കൂടെ പേര് വരാൻ പറ്റി എന്നുള്ള സന്തോഷം. അതിന് താങ്ക്സ് ടു മോഹൻ ചേട്ടാ, മോഹൻ സിത്താര സാർ. അതിനുശേഷം സാറ് കുറേ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് കറുപ്പിനഴക്. ആ സമയത്ത് ഞാൻ ജാസിയോടെ ചേർന്നിട്ട് ഒരു ആൽബം ചെയ്യാനുള്ള പ്ലാൻ, ഗിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ആൽബം, അവൻ്റെ ജാസി ഗിഫ്റ്റിൻ്റെ പേരിൽ. പക്ഷെ ശരിക്കും എന്നെ ഫസ്റ്റ് സിനിമയിൽ പഠിപ്പിച്ചത് ജാസി ഗിഫ്റ്റാണ്. തൻഹായി മേ ഡൂബായേ മൻ ബീതേ ഹുവേ എന്ന് പറഞ്ഞ ബീബൽസ് എന്ന് പറഞ്ഞ മൂവിയിൽ, അതൊരു ജയരാജ് സാറിൻ്റെ ഒരു ആർട്ട് മൂവിയാണ്. അതിൽ ശരിക്കും ഞങ്ങൾ ഈ നവരസങ്ങളിൽ വരുന്ന ആദ്യം നവരസങ്ങൾ വരുന്നത്
അപ്പോൾ ഞങ്ങൾ പാളയത്ത് സാബലീതിൽ എപ്പോഴും കൂടും വൈകിട്ട്. അവൻ അവിടെ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ രാജേഷ് എന്ന് പറഞ്ഞ ഒരു എഴുത്തന്നെ, ഇഷാൻ ദേവ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ കൈരളി ചാനലിന് വേണ്ടിയിട്ട് കേരളം 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 എന്ന് പറഞ്ഞൊരു പാട്ട്, കേരളത്തിൻ്റെ എല്ലാം പറഞ്ഞ് വിവരിച്ചുകൊണ്ടൊരു സോങ് ചെയ്തു. അതിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയം നടക്കുകയാണ്. അപ്പോൾ ജാസി വിളിക്കുന്നത്, രാജേഷ് പെട്ടെന്ന് വാ, ജയരാജ് സാർ വന്നേക്കാണ്, നമുക്ക് പോയി കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് എൻ്റെ കയ്യിൽ കാറുണ്ട്. അപ്പോൾ ഞാൻ കാർ എടുത്തു. അപ്പോൾ നമ്മൾ ഈ പാട്ട് ബാൻഡിന് വേണ്ടി, നമ്മുടെ ആൽബത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. തനു ബാലക്ക്, റോഷനെല്ലാം കൂടെ ചേർന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പാട്ടുകൊണ്ട് കേൾപ്പിക്കാം. അപ്പം ഇത് ആൽബത്തിനാണെന്നുള്ളത് നമ്മൾ പുള്ളിയെടുത്ത് അറിയിക്കേണ്ട നമുക്ക്. അപ്പോൾ വിനോദ് എന്ന് പറഞ്ഞ ഒരു ക്യാമറമാനുണ്ട്, സൂര്യൻ, അവൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ വലിയ സിസ്റ്റം ഒക്കെ എടുത്ത് എൻ്റെ കാറിൽ കയറ്റി ഞങ്ങൾ 3 പേരൂടെ പോയി ജയരാജ് സാർ അങ്ങനെ ഇരിക്കുന്നത്. ആദ്യമായിട്ട് ജയരാജ് സാറിനൊക്കെ ഞങ്ങൾ പേടിച്ച്, സാറിൻ്റെ പുള്ളിയൊന്നും മൈൻഡില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഈ പാട്ടിട്ടു. പുള്ളി പാട്ട് കേട്ടോണ്ടേ നമുക്ക് ഈ പാട്ട് അവിടെ ഇടാം, ഇന്ന സ്ഥലത്തിടാം. അപ്പോൾ അതിന് ഫിക്സ് ചെയ്തു. അടുത്തൊരു പാട്ട് പറയുന്നത് ഭയങ്കര രസമാണ് ജാസി ചെയ്തത്. അതായത് കുറേ റാപ്പ്, ക്ലാസിക്കൽ, ഇങ്ങനെ എല്ലാം. അത് പാട്ടിന് ശരിക്കും ഞാൻ മറന്നുപോയി. ഞങ്ങളതിനകത്ത് നിന്നുകോരിയ വർണ്ണം ഒക്കെ ചേർത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ അതിൻ്റെ ആ ഒരു ലൈൻസ്, അത് ഇത് അടിപൊളിയായിരിക്കണം, അങ്ങനെ എന്നാൽ ഇത് ഇന്ന സ്ഥലത്തിടാം. ഇവർ ഓൾറെഡി വിഷ്വൽ എടുത്തിട്ടുണ്ടായിരുന്നു, അന്ന് ഫിലിമിലാണ് ഷൂട്ട്. എടുത്ത് അങ്ങനെ സംസാരിച്ചത്. ഇതിപ്പം പാടാൻ ആരുണ്ട്? അപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്, എൻ്റെ പേര് വീഴുമെന്ന് ഉറപ്പില്ല ഇങ്ങനെ. അത് ഇപ്പോൾ ജാസി ഇങ്ങനെ, ഇപ്പോൾ ഇവിടെ ഹിന്ദി പാടാൻ രാജേഷ് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഒരു പാട്ട് തന്നെ രാജേഷ് പാടുന്നു, നമുക്ക് മറ്റേതിൽ അവനെ കൊണ്ട് പഠിപ്പിക്കാം, അവനെ കൊണ്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞു. ആരെന്ന് വെച്ചാൽ അത് ഹരിഹരൻ. പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ ഞാനിത് ശരിക്കും നന്നായിട്ട് ട്രാക്ക് അങ്ങ് പഠിച്ചു. പക്ഷെ അത് തന്നെ പിന്നെ അശോകേട്ടൻ അത് സാറിൻ്റെ അസോസിയേറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അശോകൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ അത് ഹരിഹരനെ പഠിപ്പിക്കുന്നു. അത് നമ്മൾ വേറൊരു രാജേഷ് വിജയ് എന്ന് പറഞ്ഞൊരു പാട്ടുകാരനെ കൊണ്ട് പാടിപ്പിച്ച് പോസ്റ്റ് ചെയ്തു എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ സോങ് ആവുന്നത്. അപ്പോൾ ഇത് കേൾക്കാൻ ആക്ച്വലി അവിടെ മീര ജാസ്മിന് ലോഹിദാസ് സാറിൻ്റെ ഒരു സിനിമ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടീഷർട്ടൊക്കെ ഇട്ട് നല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡി വേഷത്തിലാണ് നിൽക്കുന്നത്. ജാസി അറിയില്ല, എപ്പോഴും ഭയങ്കര കൂളായിട്ട് ഒരു ഷർട്ടൊക്കെ ഇട്ട് സാധാരണ ഒരു സ്ലിപ്പറൊക്കെ ഇട്ട് ഇങ്ങനെ വരുന്ന ചേച്ചി. അപ്പോൾ ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കും പുള്ളി. അപ്പോൾ വന്നപ്പോൾ ഇത് ഞങ്ങൾ കോപ്പി എടുക്കാൻ എന്തോ ചിത്രാഞ്ജലി നിൽക്കുമ്പോഴാണ് ഈ ലോയ് സാറും മീര ജാസ്മിനും കൂടെ വരുന്നത്. ഒന്ന് തന്നെ പാട്ട് ജസ്റ്റ് കേട്ട് അത് കൊള്ളാമല്ലോ, എന്നിട്ടേ അത് കേൾപ്പിക്കാനായിട്ട് കൊണ്ടുവന്നാണ് തോന്നുന്നു. അങ്ങനെ കേൾപ്പിച്ചു പുള്ളിക്ക് ബ്ലെൻഡ് ആയിരിക്കണം. ഇപ്പം മീര ജാസ്മിൻ ഇംഗ്ലീഷ് വരുമ്പോൾ ആ വേഷം കണ്ടിട്ട് ഞാനാണ് വിചാരിച്ചു ജാസി ഇംഗ്ലീഷ്, അത് ഭയങ്കര രസമാണ്. പിന്നെ മെലഡി വരുമ്പോൾ എന്നെ കാണിച്ചു. അങ്ങനെ എനിക്കൊരു ഫൺ നടന്ന കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതായത് മായമ്മയിൽ രാജേഷ് സംഗീത സംവിധാനം ചെയ്യുകയും രാജേഷ് പാടുകയും ചെയ്ത മായമ്മയിൽ അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി പ്രിയ രാജേഷ് പാടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നിമിഷത്തിലേക്ക് നമുക്ക് നീങ്ങാം. ഇത് അജയ് സാർ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത എൻ്റെ ഒരേ ഒരു ഭാര്യ പ്രിയ രാജേഷ്. കാരണം വലിയ പ്രശ്നമാണ് പ്രിയതിനകത്ത് ഉൾപ്പെടുത്തിയില്ല. കാരണം മായമ്മ ഇപ്പോഴത്തെ ഒരു ഹിറ്റ്, ഞങ്ങളുടെ എല്ലാവരുടെയും ഹിറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മായമ്മ എന്ന മൂവിയാണ്. അപ്പോൾ മൂവിക്ക് എല്ലാ സോങ്സും കഴിഞ്ഞു, എല്ലാ സോങ്സും കൊടുത്തു കഴിഞ്ഞ് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് രമേശ് സാർ എന്നെ വിളിച്ചിട്ട്, രാജേഷ് പെട്ടെന്ന് ഒരു സോങ് വേണം, ഇതിന് നമ്മുടെ ഒരു ക്യാരക്ടർ പാട്ട് പഠിപ്പിക്കുന്ന ഒരു സീനുണ്ട്, പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നത്തെ ഷൂട്ടാണോ, അല്ല കുറച്ച് സമയമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യും, ഞാനൊരു പ്ലാൻ ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്താണ്. അതുകൊണ്ട് ഞാൻ ഇവള് ആക്ച്വലി പ്രിയ മ്യൂസിക് ഡിഗ്രി കഴിഞ്ഞ ആളാണ്. ഭയങ്കര പരിഭവമൊക്കെ ഉണ്ട്, സിനിമയിൽ പാടിപ്പിക്കാത്തതിന്, സിനിമയിൽ പാടാൻ വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്തായാലും വീട്ടമ്മയായിട്ട് എൻ്റെ ഭാര്യയായിട്ട് മാത്രം അങ്ങനെ നിൽക്കുന്നു. പക്ഷെ ഒപ്പം ഭയങ്കര ചിലവേണേ, കാരണം നല്ല അടിപൊളി കുക്കിംഗ് ചെയ്യും അടിപൊളിയായിട്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ അതിൻ്റെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പ്രിയയുടെ ഒരു എന്താ പറയുക പാഷനായിട്ട്. പക്ഷേ സീരിയസ് ആയിട്ട് ചെയ്യുന്നത് അവിടെ ട്യൂഷനാണ്.
മ്യൂസിക് ടീച്ചറാണ്. പ്രിയ ഭയങ്കര മിടിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ പാട്ട് പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പിച്ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. പിന്നെ അയ്യോ പാടിയിട്ട് പോകും. അപ്പോൾ പുതിയ സ്റ്റുഡൻസ് വരും. സ്റ്റുഡൻസ് വന്നിട്ട് അവർ ഭയങ്കര എക്സ്പെക്റ്റേഷനിലാണ് പറഞ്ഞത്. അവർ ഭയങ്കര പാട്ടാണെന്നുള്ള രീതിയിലാണ് വരുന്നത്. വന്ന് പ്രിയ സാ 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 കിട്ടൂല. എനിക്ക് ചിരിയും വരും, വിഷയമുണ്ടില്ല. കുഴപ്പമില്ല, ഇങ്ങനെ പ്രിയ ഇങ്ങനെ പാടിപ്പിക്കും. ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മാസം ചിലപ്പോൾ നാട്ടിലോ കറക്കമായിരിക്കും. കറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ കുട്ടി പെർഫെക്റ്റ് ആയിട്ട് പാടും. സാ സാ റേ റേ ഇങ്ങനെ തന്നെ. അത് ഉള്ള കാര്യം പറയാം. പ്രിയ ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കുന്നത് കേട്ടാലേ അറിയുള്ളൂ. അത്രയ്ക്ക് ഡിഫറൻസ് ആണ്. ആ ഒരു ക്ഷമ ഭയങ്കരമായിട്ട് പ്രിയയ്ക്കുണ്ട്. പ്രിയ അത് ഭയങ്കരമായിട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബാക്ക് ടു മായമ്മയിലേക്ക് വരുമ്പോൾ അതിന് ഞാൻ പ്രിയ ഉടനെ വിളിച്ച് പറയുന്നത്, പെട്ടെന്ന് നീ ഒരു കാര്യം ചെയ്യും, മൊബൈലിൽ ഒരു താളം ഇട്ടിട്ട് ഒരു പെർഫെക്റ്റ് ഒരു പിച്ച് ഇട്ടിട്ട് പെട്ടെന്ന് ഒരു ഗീതോ വർണ്ണോ എന്തെങ്കിലും പാടി ഇങ്ങോട്ട് അയക്കാൻ പറഞ്ഞു. ശരിക്കും ഒരു ആദ്യം ഗ്രൂപ്പായിട്ടാണ്. അപ്പോൾ ക്ലാസ് നടക്കുന്ന സമയമാണ്. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞു ഈ പെട്ടെന്ന് ഇത് 2-3 ഗീതം പാടിപ്പിക്കുമ്പോൾ ഇത് കൊള്ളാം. പക്ഷേ കോയിൻസിഡൻ്റലി ആ രാഗത്തിലെ പാട്ട് തന്നെയാണ് നമ്മൾ കാതരമിഴിനകൾ ഇടയും തരളിതമനമതിലലിയും. ഇപ്പോൾ പാട്ട് പാടി അയച്ചു. ഞാൻ രമേശ് എടുത്ത് പറഞ്ഞു, ഞാൻ ഇപ്പോൾ അയച്ചു വെച്ച് നിങ്ങൾ കുറച്ച് ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്നിട്ട് പിന്നെ ഞാനത് സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്തിട്ട് ഫൈനലാക്കി തരാം, എന്നിട്ട് അത് വെച്ച് എഡിറ്റ് ചെയ്താൽ മതി എന്നത്. അങ്ങനെ അത് ഉടനെ അയച്ചു കൊടുത്ത് പിറ്റേ ദിവസം അന്ന് വൈകിട്ട് തന്നെ കുറച്ച് ഭാഗം എടുത്ത് പിറ്റേ ദിവസം എടുത്തു. കുറച്ചേ സിനിമയിലുള്ളൂ, അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പാപ്പ മമ പാ മഗരി സരി മഗരി രി സ ദദരി സരി സരി മഗരി സരി സ പാ മമ പാപ്പ പാമ മഗരി രി മഗരി സരി സ സ ദദരി സരി സ സ ദസ. അയ്യോ മറന്നു. അപ്പം അടിപൊളി. ഞങ്ങൾ ലവ് മാരേജാണേ. ഓക്കെ, ഞങ്ങൾക്കൊരു മോളുണ്ട്, ചന്ദന അടിപൊളി സിംഗറാണ്. അവളിപ്പോൾ ബോംബെയിൽ വർക്ക് ചെയ്യുന്നു, PG ഒക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ലവ് മാരേജ് എന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾ കാണുന്നതും. കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ വെനീസിലെ വിമൻസ് കോളേജിൽ, ഇപ്പോൾ ഇവളുടെ കോളേജിൽ ഞാൻ പാടുമ്പോൾ ഭയങ്കര അന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസ്, അന്നത്തെ സ്റ്റുഡൻസാണ് എന്നെ ഇങ്ങനെ വളർത്തിയത് കേട്ടോ. കാരണം അന്ന് ഇന്നത്തെ പോലെ ഇതൊന്നുമില്ല, യൂട്യൂബ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാം ട്രിവാൻഡ്രത്ത് ഏത് കോളേജിൽ എന്ത് പ്രോഗ്രാം തന്നെയാണ് രാജേഷായിരുന്നു. വിമൻസ് കോളേജ് മാത്രമല്ല, യൂണിവേഴ്സിറ്റി കോളേജ്, എല്ലായിടത്തും ആയുർവേദ കോളേജ്, മെഡിക്കൽ കോളേജ്, ഇങ്ങനെ എല്ലാം, NSS, ഓൾ സയൻസിൽ, അങ്ങനെ എല്ലാം. പലരും ഇപ്പോഴും കാണുമ്പോൾ പറയാം, പണ്ട് നമ്മുടെ കോളേജിൽ വന്നിരുന്ന രാജേഷ് അല്ലേ ഇതെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇൻസിഡൻറ്റിൽ ആയി. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഇൻസിഡൻറ്റ് വേണമെങ്കിൽ പറയാം, ഭയങ്കര രസമാണ്. എന്നവളെ അടി എന്നവളെ എന്ന ഇതയത്തെ തൊലൈത്ത് വിട്ടേൻ. ആ പാട്ടിങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പോൾ ഇവള് ഫ്രണ്ടിലിരിക്കണേ, കുറെ പെമ്പിളേരുണ്ട്. കോകിലമേ നീ കുരൽ കൊടുത്താൽ ഉനൈ കൊമ്പിട്ട് കണ്ണടിപ്പേൻ എന്ന് പാടി. അതിലല്ലേ വീണത്? അപ്പൊ ഞാൻ വീണൊന്നുമില്ല. ഇല്ലല്ലേ, വീണെന്ന് വെച്ചാൽ അതൊന്നും അല്ല വീണത്. ഇപ്പോൾ എനിക്കാണെങ്കിൽ അന്ന് ഭയങ്കര പഞ്ചാരേഡിയുടെ ഒരു ഇതുണ്ടായിരുന്നു. അന്നത്തെ കൊച്ചു പയ്യനല്ലേ, അന്നത്തെ ആ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഏത് പെമ്പിളേരെ കണ്ടാലും അന്ന് നേരത്തെ സാറ് ചോദിച്ചതുപോലെ നമ്മളിങ്ങനെ എന്താ പറയാൻ, ജീവിതമാർഗം അല്ലെങ്കിൽ അങ്ങനെയല്ല, ഞങ്ങൾക്കന്ന് പാടണം. അന്ന് ശരിക്കും പറഞ്ഞാൽ പാടിയതിന് കാശൊക്കെ അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല, കിട്ടുന്ന കാശ് വാങ്ങിച്ചിട്ട് പോകും. പിന്നെ ചോദിച്ചാലുള്ള ആ കാശ് കിട്ടുകയില്ല, അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ രസമാണ്. അല്ലാതെ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം മാറി. ഇപ്പോൾ പിള്ളേർ ഭയങ്കര ഷാർപ്പാണ്. കഴിഞ്ഞ ഉടനെ എന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു ഇതേ ഇല്ലായിരുന്നു. അന്ന് പാടണം, സ്റ്റേജ് കിട്ടണം, കൂടുതൽ സ്റ്റേജ് കിട്ടണം, കൂടെ ഒരുപാട് വലിയ ആർട്ടിസ്റ്റിൻ്റെ കൂടെ പാടണം, പെർഫോം ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള
ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് എന്താ പറയുക ഈ സ്റ്റാർ ഷോയിനും പിന്നെ എബ്രോഡും ഒക്കെ പോയിട്ടുണ്ട്. ഓക്കെ, അത് വേറൊരിത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ലവ് പീരീഡിൽ പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഇങ്ങനെ ആ ഒരു വൈബിലിരിക്കുമ്പോൾ പെട്ടെന്ന് തോന്നിയൊരു പാട്ട് ആണ് മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിലയിൽ ആരോ സാന്ത്വനമായി മുരളികയോതി ദൂരെ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ. അത് കാരണം പെട്ടെന്ന് ഞാനൊരു ചാനലിലൊരു വാലന്റൈൻസ് ഡേക്ക് പോയി. അപ്പോൾ പെട്ടെന്ന് അത് ഇതുപോലെ ഒരു ചോദ്യം ചോദിച്ചു. അതിന് ചോദിച്ചു വാലന്റൈനോട് എന്താണ് പെട്ടെന്ന് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ആൻസർ പറഞ്ഞത് മൗനം സ്വരമായി എന്ന് പാടി. അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ. ഇനിയും വിശേഷം പറഞ്ഞിരുന്നാൽ ഒരുപാടുണ്ട്, നമുക്ക് സമയമില്ല. ഇനി വേറൊരു അവസരത്തിൽ സാറ് അവസരം തരുന്നതായിരിക്കും. എന്തായാലും ഞങ്ങൾ ഒരു പാട്ടുകൂടെ പാടി ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാം അല്ലേ? നീ പാതി നാൻ പാതി കണ്ടേ അരികിൽ നീ என்றே தூங்காது கண்ணே നീ പാതി നാൻ പാതി കണ്ണേ അരികിൽ നീ என்றே தூங்காது கண்ணே നീയില്ലയേ ഇനി നാനില്ലയേ ഉയിർ നീയേ நீ பாதி நான் பாதி கண்ணா അരികിൽ നീ ഇன்றி തൂങ്ങാതെ கண்ணே. താങ്ക് യു.